ഹായ് ഓൾ, വെൽക്കം ടു സൈലം. അപ്പോൾ USSന്റെ പ്രിപ്പറേഷൻസ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയല്ലേ? എങ്ങനെ പോകുന്നു പ്രിപ്പറേഷൻസ് ഒക്കെ? അപ്പോൾ ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ എത്തിയിരിക്കുന്നത് ഇന്ന് അറബിക്കിന്റെ കുറച്ച് ക്വസ്റ്റ്യൻസുമായിട്ടാണ്. അറബിക്ക് എനിക്കറിയാം നിങ്ങൾക്കൊക്കെ കുറച്ച് ബുദ്ധിമുട്ടായിട്ടായിരിക്കും ഉണ്ടാവുക, പക്ഷെ അത് ഏറ്റവും എളുപ്പമാക്കി തരാൻ കുറച്ച് അടിപൊളി ക്വസ്റ്റ്യൻസുമായിട്ടാണ് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ എത്തിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഒന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോയാലോ? ഓക്കെ. യറൂഹു അൽ മുസാരിഉ ഡാഷ് അൽ മസ്റഅതി. യറൂഹുൽ മുസാരിഉ ഡാഷ് അൽ മസ്റഅതി. 4 ഓപ്ഷൻസ് ആണുള്ളത്. ഓപ്ഷൻ എ ഫി, ഓപ്ഷൻ ബി അല, ഓപ്ഷൻ സി ഇല, ഓപ്ഷൻ ഡി ബി. എന്താണ് ആ സെന്റൻസിന്റെ അർത്ഥം? എന്താണ് നമുക്കൊന്ന് നോക്കാം. യറൂഹു, യറൂഹു എന്ന് പറഞ്ഞാൽ പുറപ്പെടുന്നു അല്ലെങ്കിൽ പോകുന്നു. അൽ മുസാരിഉ കർഷകൻ, ഫാർമർ. ഡാഷ് അൽ മസ്റഅതി കൃഷിസ്ഥലത്തിൽ. അപ്പോൾ കൃഷിസ്ഥലം, അപ്പോൾ കൃഷിസ്ഥലത്തിലേക്ക് പോകുന്നു എന്നല്ലേ അർത്ഥം വരേണ്ടത്? അപ്പോൾ ലേക്ക് എന്ന അർത്ഥത്തിൽ കൃഷിസ്ഥലത്തിലേക്ക് എന്ന അർത്ഥം വരുന്ന ഹർഫ് ഏതാണെന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഫി ഉണ്ട്, അല ഉണ്ട്, ഇല ഉണ്ട്, ബി ഉണ്ട്. ഏതായിരിക്കും കറക്റ്റ് ആൻസർ? യെസ്, ഓപ്ഷൻ സി ഇല. യറൂഹുൽ മുസാരിഉ ഇലൽ മസ്റഅതി. കർഷകൻ പോകുന്നു, കൃഷിസ്ഥലത്തിലേക്ക് പോകുന്നു. ഇല, ഇലാണ് കറക്റ്റ് ആൻസർ. ഓക്കെ, നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. കതബൽ വലദു ബി ഡാഷ്. 4 ഓപ്ഷൻസ് ആണുള്ളത്. അൽ ഖലമു, ബിൽ ഖലമി, അൽ ഖലമ, ഖലം. ഏതാണ് കറക്റ്റ് ആൻസർ? ഓപ്ഷൻ ബി ബിൽ ഖലമി എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ. ഇതെന്തുകൊണ്ടാണ് വന്നതെന്നറിയോ? നിങ്ങൾ മേലുള്ള ഈ ഇലൽ മസ്റഅതി ശ്രദ്ധിച്ചില്ലേ? ഇലൽ മസ്റഅതി, ആ തായിന് എന്താ വരുന്നത്? ജറാണ് വരുന്നത്. അതുപോലെ തന്നെ കതബൽ വലദു ബിൽ കലമി, അതിനും ജറാണ് വരിക. അതായത് ഹർഫ് ജറുകളുണ്ട്. ഫി, അല, ഇല, ബി, അൻ, അല, അങ്ങനെയുള്ള കുറേ ഹർഫുകളുണ്ട്. ഹർഫ് ജറുകൾ പഠിച്ചിട്ടില്ലേ? ആ ഹർഫ് ജറുകൾ ഏത് വന്നാലും ശേഷം വരുന്ന ഇസ്മിനെ നമ്മൾ എന്താക്കി പറയണം? ജറാക്കി പറയണം. ബിൽ കലമി, ബിൽ കിതാബി, ബിൽ മദ്രസതി, ഇലൽ കുല്ലിയതി. അങ്ങനെ ഏത് ഹർഫ് ജറുകൾ വന്നാലും ശേഷം വരുന്ന ഇസ്മ എന്തായിരിക്കണം? മജ്റൂർ ആയിരിക്കണം. ബിൽ കസ്റ ആയിരിക്കണം. ബിൽ കലമി, ബിൽ കുല്ലിയതി, ഇലൽ മദ്രസതി. അങ്ങനെ മജ്റൂർ ആയിട്ടുള്ള ഇസ്മായിരിക്കണം എല്ലാ ഹർഫ് ജറിന് ശേഷം വരുന്ന ഇസ്മുകളും. ഇത് തലയിൽ കറക്റ്റ് ശ്രദ്ധിച്ച് മനസ്സിലാക്കി വെക്കട്ടോ. ഏത് ഹർഫ് ജറുകൾ ചോദിച്ചാലും നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റണം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ذهب الرجل داش المريض الى المستشفى. ذهب الرجل داش المريض الى المستشفى. ഒരാൾ പോയി. ذهب എന്ന് പറഞ്ഞാൽ പോയി. ഡാഷ് അൽ മരീദി ഇലൽ മുസ്തശ്ഫ, രോഗിയുമായിട്ട് ആശുപത്രിയിലേക്ക് പോയി എന്നാണ് നമുക്ക് അർത്ഥം കിട്ടേണ്ടത്. അതിന് യോജിക്കുന്ന ഹർഫ് ഏതാണെന്നാണ് നമ്മൾ ഇതിൽ നിന്ന് തിരഞ്ഞെടുക്കേണ്ടത്. 4 ഓപ്ഷൻസ് ഉണ്ട്. ഇല, അൻ, ലി, ബി. ഏതായിരിക്കും കറക്റ്റ് ആൻസർ? യെസ്, ഓപ്ഷൻ ഡി ബി ആണ് കറക്റ്റ് ആൻസർ. ദഹബ ബി. നമ്മൾ എന്തെങ്കിലും ഒരു സാധനം, ദഹബ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ദഹബ പോയി. ഓക്കെ, അപ്പൊ എന്തെങ്കിലും ഒരു സാധനമായിട്ട് പോകുന്നതിന് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മെറ്റീരിയൽ നമ്മളെ കൂടെ കരുതി പോകുന്നതിന് എന്താണ് പറയാ? ദഹബ ബി. ഇപ്പോ ഞാൻ പേനയുമായിട്ട് പോവുകയാണ്. ദഹബ്തു ബിൽ കലമി, ഞാൻ പേനയുമായിട്ട് പോയി. ഞാൻ ഇപ്പൊ ബാഗുമായിട്ട് പോവാണ്. അപ്പോ ദഹബ്തു ബിൽ ഹകീബത്തി. അങ്ങനെ എന്തെങ്കിലും ഒരു സാധനം ക്യാരി ചെയ്ത് നമ്മൾ പോകുന്നതിന് എന്താണ് ഉപയോഗിക്കുക? ദഹബ ബി. ദഹബ ബി, ദഹബയുടെ കൂടെ ബി എന്ന ഹർഫാണ് ചേരുക. ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചോ? ഈ ദഹബ റജുലു ബി അൽ മരീളി എന്നാണ് വന്നത്. അൽ മരീള എന്നല്ല വന്നത്. അൽ മരീളു എന്നല്ല വന്നത്. അവിടെ നേരത്തെ പറഞ്ഞ ബിൽ കലമില്ലേ, അതുപോലെ ആ ഹർഫ് ജറിന്റെ ഹർഫ് ജർ ആയതുകൊണ്ട് ശേഷം വരുന്ന ഇസ്മിന് എന്ത് വന്നു? കസ്റ് വന്നത് കണ്ടോ? അപ്പൊ ഇനിയുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവുമ്പോ ഇത് നല്ലോണം ശ്രദ്ധിക്കണം കേട്ടോ. ഹർഫ് ജറുകൾ വരുമ്പോ ശേഷം വരുന്ന ഇസ്മ എന്തായിരിക്കും? മജ്റൂർ ആയിരിക്കും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, 4ാമത്തെ ക്വസ്റ്റ്യൻ. ഹസല ദാരിസു അൽ ജായിസത ഫിൽ മുസാബഖ. ഹസല ദാരിസു ഡാഷ് അൽ ജായിസത ഫിൽ മുസാബഖ. ഹസല, ഹസല എന്ന് പറഞ്ഞാൽ നേടി.
ഹസല ദാരിസു വിദ്യാർത്ഥി നേടി ഡാഷ് അൽ ജായിസത ഫിൽ മുസാബക ഈ കോമ്പറ്റീഷനിൽ പ്രൈസ് നേടി എന്നുള്ളതിന് ഹസലയുടെ കൂടെ ഒരു ഹർഫ് കൂടി ചേർന്നാലേ ഈ സെന്റൻസ് കംപ്ലീറ്റ് ആവും. ആ ഹർഫ് ഏതാണെന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ അല, ഓപ്ഷൻ ബി, ഓപ്ഷൻ സി ഇല, ഓപ്ഷൻ ഡി മീൻ. ഏതാണ് കറക്റ്റ് ആൻസർ? ഓപ്ഷൻ എ അല, ഹസല അല. നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. നിങ്ങൾ ആരുടെ ബയോഗ്രഫിയോ അങ്ങനെ എന്ത് സംഗതികൾ പഠിക്കുന്ന സമയത്തും അതിലൊക്കെ ഉണ്ടാവും എന്ത്? ഹസല അല ഷഹാദത്തിൽ ബക്കാലൂരിയ, ഹസല അല ഷഹാദത്തിൽ മാഞ്ചസ്റ്റർ, ഹസല അല ജായിസത്തി നോബൽ. നമ്മളൊരു സാധനം നേടുന്നതിന്, ഒരു അവാർഡ് കരസ്ഥമാക്കുന്നതിനൊക്കെ ഉപയോഗിക്കുന്ന വേർഡാണ് എന്ത്? ഹസല അല. അതൊരു പ്രയോഗമാണ്. ഹസല അല. ഈ ഹർഫ് ജർ ഹസലയോട് കൂടി ചേരുന്ന സമയത്ത് അത് നേടി, കരസ്ഥമാക്കി എന്ന അർത്ഥം വരികയാണ് ചെയ്യുക. ഹസല അല ജായിസത്തി ഫിൽ മുസാബക, ഹസല ദാരിസു അല ജായിസ ഫിൽ മുസാബക. അപ്പൊ ഏതാണ് കറക്റ്റ് ആൻസർ? ഓപ്ഷൻ എ അല ആണ് കറക്റ്റ് ആൻസർ. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, യാ അബി അഹ്താജു ഡാഷ് റൂബിയത്തിൻ ലിരിഹ്ലത്തി ദിറാസിയ. യാ അബി അഹ്താജു ഡാഷ് റൂബിയത്തിൻ ലിരിഹ്ലത്തി ദിറാസിയ. നമ്മളൊക്കെ ഇടക്ക് വീട്ടിൽ ചോദിക്കുന്ന സെന്റൻസാ. എന്താ അർത്ഥം? എന്താ? യാ അബി, എന്റെ വാപ്പ, അഹ്താജു, എനിക്ക് ആവശ്യമുണ്ട്, റൂബിയത്തൻ, എന്താവശ്യമുണ്ട്? റൂബിയ, പൈസ ആവശ്യമുണ്ട്. എന്തിന്? ദിറാസിയ, ടൂറിന്, സ്റ്റഡി ടൂറിന് വേണ്ടിയിട്ട് പൈസ ആവശ്യമുണ്ട് എന്ന് പറഞ്ഞ് ചോദിക്കുകയാണ്. അങ്ങനെ ചോദിക്കണമെങ്കിൽ ഒരു ഹർഫ് ജർ അവിടെ ഉപയോഗിക്കണം. ആ ഹർഫ് ജർ ഏതാണെന്നുള്ളതാ ചോദ്യം. നിർബന്ധമായിട്ടും നമ്മളൊക്കെ പഠിച്ചിരിക്കേണ്ട സംഗതിയാണ് അല്ലെ? യാ അബി അഹ്താജു അൻ റൂബിയത്തിൽ നിന്നാണോ, അതോ അഹ്താജു ലി റൂബിയത്തിൽ നിന്നാണോ, അഹ്താജു ഇലാ റൂബിയത്തിൽ നിന്നാണോ, അഹ്താജു ബി റൂബിയത്തിൽ നിന്നാണോ? ഏതാണ് കറക്റ്റ് ആൻസർ? യെസ്, അഹ്താജു ഇലാ റൂബിയത്തിൻ. അഹ്താജു ഇലാ റൂബിയത്തിൻ. അഹ്താജു ഇലയാണ്. എനിക്ക് ആവശ്യമുണ്ട്, ഞാൻ ആവശ്യക്കാരനാണ് എന്ന് പറയാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഹർഫ് ഏതാണ്? എന്ന് പറയുന്നതിന് അഹ്താജുന്റെ കൂടെ ഉപയോഗിക്കുന്ന ഹർഫ് ഏതാണ്? അഹ്താജു ഇല. അഹ്താജു ഇല റൂബിയത്തിൻ. ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചോ? ഹർഫ് ജറുകൾ വന്ന 5 ക്വസ്റ്റ്യൻസ്, ഹർഫുകൾ വന്ന 5 ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിപ്പോ പരിശോധിച്ചത്. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു ഏറ്റവും പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു സാധനം എന്താണ്? ഹർഫ് ജറുകൾ വന്നാൽ ശേഷം വരുന്ന ഇസ്മ എന്തായിരിക്കും? എന്തായാലും ജറായിരിക്കും, മജ്റൂർ ആയിരിക്കും. അപ്പൊ അങ്ങനത്തെ ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ എന്തായാലും നമ്മൾ എന്താ എഴുതാവും? കസ്റിലേ എഴുതാവും. ബിൽ കലമി ഇലൽ കുല്ലിയത്തി ഇലൽ മദ്രസത്തി മിനൽ കുല്ലിയത്തി ഒക്കെ മജ്റൂർ ആയിട്ടേ വരും. ഇനി രണ്ടാമത്തേത്, ഹസല വന്നു കഴിഞ്ഞാൽ ശേഷം വരുന്ന ഹർഫ് എന്തായിരിക്കും? ഹസല അലയായിരിക്കും. നേടി എന്നുള്ളതിന് ഉപയോഗിക്കുന്ന ഹസലയുടെ കൂടെ ഉപയോഗിക്കുന്ന ഹർഫ് ഏതാണ്? ഹസല അലയാണ്. അതുപോലെ തന്നെ അഹ്താജു, എനിക്ക് ആവശ്യമുണ്ട് എന്ന് പറയാൻ വേണ്ടിയിട്ട് അഹ്താജുവിന്റെ കൂടെ ഉപയോഗിക്കുന്ന ഹർഫ് ഏതാണ്? അഹ്താജു ഇലയാണ്. പിന്നെ അതുപോലെ തന്നെ ഒരു സാധനം ക്യാരി ചെയ്ത്, ഒരു സാധനം നമ്മുടെ കൂടെ കൊണ്ടുപോകുന്നതിന് ദഹബന്റെ കൂടെ ഉപയോഗിക്കുന്ന ഹർഫ് ഏതാണ്? ബി. ദഹബ ബി. ദഹബ ബിൽ മരീദി, ദഹബ ബിൽ ഹകീബത്തി, ദഹബ ബിൽ ഖലമി. പേനയുമായിട്ട് പോയി, ബാഗുമായിട്ട് പോയി, രോഗിയുമായിട്ട് പോയി എന്നുള്ളതിന് ഉപയോഗിക്കുന്ന ഹർഫ് ഏതാണ്? ദഹബന്റെ കൂടെ ബി. ദഹബ ബി. അതുപോലെ തന്നെ ഒരു സ്ഥലത്തേക്ക് പോവുക, നമുക്കിപ്പോ കോളേജിലേക്ക് പോവാണ്. ദഹബ്തു ബിൽ കുല്ലിയത്തി ആണോ, ഇലൽ കുല്ലിയത്തി ആണോ, മിനൽ കുല്ലിയത്തി ആണോ? ദഹബ്തു ഇലൽ കുല്ലിയത്തി, കോളേജിലേക്ക് എന്നർത്ഥം വരുന്ന ഹർഫ് ഏതാണ്? അല്ലെങ്കിൽ ഒരു സ്ഥലത്തേക്ക് എത്തുന്നതിന് ലേക്ക് എന്നർത്ഥം വരുന്ന ഹർഫ് ഏതാണ്? ഇല. ഇവിടെ യറൂഹുൽ മുസാരിഉ ഇലൽ മസ്റഅത്തി, കർഷകൻ പോകുന്നു എങ്ങോട്ട്? ഇലൽ മസ്റഅത്തി, കൃഷിസ്ഥലത്തിലേക്ക് പോകുന്നു എന്നുള്ളതിന് ഉപയോഗിക്കുന്ന ഹർഫ് ഏതാണ്? ഇല. അതുപോലെ തന്നെ കതബൽ വലതു ബിൽ കലമി, പേന കൊണ്ട് എഴുതി, ഒരു സാധനം ഉപയോഗിച്ചുകൊണ്ട്. ഇപ്പോ വടി കൊണ്ട് അടിച്ചു, ലറബൽ വലതു ബിൽ അസ്വ, വടി കൊണ്ട് അടിച്ചു. അങ്ങനെ ഒരു സാധനം യൂസ് ചെയ്ത് ചെയ്യുന്നതിന് എന്താ പറയാ? ബി ആണ് പറയാ. കതബൽ വലതു ബിൽ കലമി, പേന കൊണ്ട് എഴുതി. ഇതാണ് നമ്മുടെ ഹർഫ് ജറുകൾ. ഹർഫുകൾ വരുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട സംഗതികൾ. ഹർഫ് ജറുകളാണ് വരുന്നതെങ്കിൽ ശേഷം വരുന്ന ഇസ്മ എന്തായിരിക്കും? മജ്റൂർ ആയിരിക്കും എന്നുള്ളത് കറക്റ്റ്
മനസ്സിലാക്കുക. അത് എന്തായാലും കസ്ർ തന്നെ ഇട്ട് എഴുതാം. ഓക്കെ, അപ്പൊ ഇനി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ, മഅസ്സലാമ.